من الشيطان الرجيم. بسم الله الرحمن الرحيم. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹീതമായ ഈ മാസത്തിൽ നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട് അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് അവൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക്, അവൻ്റെ സ്വർഗത്തിലേക്ക് അടുക്കുന്നതിനുള്ള പ്രേരണ, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ ബാക്കി എന്ന വണ്ണം ഈ ആഴ്ച പറയാമെന്നും പറഞ്ഞത്. അന്ന അസ്ല തഅതി സലാസത്തു അഷ്യാ, നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, ആരാധനകൾ, അതിൻ്റെ യാഥാർത്ഥ്യം 3 കാര്യത്തിലാണ്. അതിലൊന്ന് ഖൗഫ്, ഭയം. അള്ളാഹുവിനെ ഭയന്നിട്ട് വേണം നമ്മൾ ചെയ്യുന്നത്. ഈ പ്രവൃത്തിയെല്ലാം ഇതിപ്പോൾ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ ചെയ്യുക, അത് എത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നാട്ടുകാരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണും അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യണം, അത് പോയി. അത് നമ്മുടെ കൽബിൽ നിന്ന് അത് നമ്മുടെ അമൽ നഷ്ടപ്പെടാനുള്ള കാരണം. അതാണ് കിബർ. അതാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അന്ന അസ്ലൽ മഅസിയത്തി സലാസത്തു അഷ്യ, ഒരാളുടെ തെറ്റ്, പാപത്തിൻ്റെ യാഥാർത്ഥ്യം, ഒരു പാപം, അതിൻ്റെ യാഥാർത്ഥ്യം 3 കാര്യങ്ങൾ അടിസ്ഥാനമാണ്. അതിലൊന്ന് അൽ കിബർ, കിബറാണ്. ആ കിബർ ഉണ്ടാകുന്നത് ഖൗഫ് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കിബർ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഖൗഫ്, നമ്മൾ ആർക്ക് വേണ്ടി നിസ്കരിക്കുന്നു? അള്ളാഹ്ക്ക് വേണ്ടി. നോമ്പെടുക്കുന്ന ആർക്ക്? അള്ളാഹ്ക്ക് വേണ്ടി. സ്വലാത്ത് ചൊല്ലുന്ന ആർക്ക്? അള്ളാഹ്ക്ക് വേണ്ടി. ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആർക്ക്? അള്ളാഹ്ക്ക് വേണ്ടി. ദിക്ർ ചൊല്ലുന്നത് അള്ളാഹ്ക്ക് വേണ്ടി. എല്ലാം അള്ളാഹ്. ഇത് നമ്മൾ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ ഇന്ന് ഓരോരുത്തർ ധൃതി പിടിച്ച് നിർബന്ധിച്ച് ഇങ്ങനെ കുറേ ദിക്റുകളൊക്കെ ചൊല്ലി, ഞാൻ അത്ര ചൊല്ലി, ഇത്ര ചൊല്ലി, അത് കോടി, അത്ര കോടി, ഇത്ര കോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണം പെരുപ്പിക്കാൻ വേണ്ടി ആളുകൾ ചൊല്ലാറുണ്ട്. അള്ളാഹു ആലം, അള്ളാഹു സ്വീകരിക്കട്ടെ. നമുക്ക് ദ്വാരക്കാൻ നല്ലത് എന്താ പറയുക? എണ്ണം പെരുപ്പിക്കുക. ഞാൻ 10,000 ചൊല്ലി, ഇന്ന് 1 ലക്ഷം സലാത്ത് ചൊല്ലി, 2 ലക്ഷം സലാത്ത് ചൊല്ലി, 1 കോടി സലാത്ത് ചൊല്ലി, 2 കോടി സലാത്ത് ചൊല്ലി എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അള്ളാഹു ആലം, 1 കോടി സലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഏത് കാലത്ത് എന്ന് ചൊല്ലി തീർക്കാൻ പറ്റും? ഓരോരുത്തരും പറയുന്നുണ്ടാണ്. ഇസ്തിഗ്ഫാർ ചെയ്യും, 1000 ഇസ്തിഗ്ഫാർ, 2000 ഇസ്തിഗ്ഫാർ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, 1000 ഇസ്തിഗ്ഫാർ ഒരാൾ ഒരു ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഒരു ഇസ്തിഗ്ഫാർ ചെയ്തത് ശരിയാകണമെങ്കിൽ 1000 ഇസ്തിഗ്ഫാർ എക്സ്ട്രാ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഒരു ഇസ്തിഗ്ഫാർ, അത് ശരിയാകാൻ 1000 ഇസ്തിഗ്ഫാർ ചെയ്യണം. അപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നമ്മുടെ സ്പീഡല്ലേ? ആ കിടുക്കാൻ മണി കയ്യിൽ വെച്ചിട്ട് കിടുക്ക് എന്ത് സ്പീഡില്ല, എന്ത് സ്പീഡിലുള്ള ദിക്ർ അടിച്ചടിച്ച് വിടുന്ന കിടുക്ക്. ഒരു സീൻ മാത്രം കേൾക്കാം, സീനിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാം. ആർക്ക് വേണ്ടിയിട്ട് അബീവേ ഇത്ര ദിക്ർ ചൊല്ലി, ഞാൻ അത്ര ദിക്ർ ചൊല്ലി, ഇത്ര ദിക്ർ ചൊല്ലി? ഇത് ആരെ കാണിക്കാൻ? ഖൗഫ്. അല്ലാഹ് നിനക്ക് വേണ്ടി. അതിന് കണക്കില്ല പടച്ചവനെ, നമുക്കതിനൊരു കണക്കില്ല. നിനക്ക് ചൊല്ലുന്നതിന് ആരെ ബോധിപ്പിക്കാൻ? നിന്നോട് ഞാൻ എന്ത് കണക്ക് പറയാൻ? നീ കണക്കില്ലാതെ എനിക്ക് തന്നിരിക്കുന്നു അനുഗ്രഹം, ഞാൻ പിന്നെ നിന്നോട് എന്ത് കണക്ക് പറയാൻ? അള്ളാഹു നമുക്ക് കണക്കില്ലാതെ നിഅമത്തല്ലേ തന്നത്, അല്ലേ? ഒരു കിഡ്നിക്ക് അസുഖം വന്നാൽ എത്ര ലക്ഷം?
ഒരു ഹാർട്ട് ബ്ലോക്കായ എത്ര ലക്ഷം, ഒരു കണ്ണിന് അസുഖം എത്ര ലക്ഷം, ഒരു മുട്ടുമാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം, സ്ട്രോക്ക് വന്നാൽ എത്ര ലക്ഷം. ശരീരത്തിന്റെ ഘടനകളൊന്ന് പരിശോധിച്ച് നോക്കി. അല്ലാഹ് നമുക്കിത് നിഅമത്ത് കണക്കുണ്ടോ? ഇല്ല. ലാ തുഅദ്ദു വലാ തുഹ്സ. അല്ലാഹ് നമുക്ക് തന്ന നിഅമത്തിന് ഒരു കണക്കുമില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ട് കണക്ക് പറയാണ്. അല്ലാഹ് ഇത്ര ചൊല്ലി, അത്ര ചൊല്ലി, ഇത്ര ചൊല്ലി, ഇത്ര ചൊല്ലി. ചൊല്ലുന്നതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും, ഇഖ്ലാസോടെ, ഖൗഫോടുകൂടി. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്ആഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. ഒരാളെയും നാം നിർബന്ധിച്ചടിച്ചേൽപ്പിക്കൂല. അത് ചെയ്, ഇത് ചെയ്, അത്ര ചെയ്, ഇത്ര ചെയ്, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്. അടിച്ചേൽപ്പിക്കൽ അള്ളാന്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. അമിതമായി ചില ആളുകൾ അങ്ങ് ആരാധനയിൽ കഴിഞ്ഞുകൂടും. അമിതമായ ആരാധന, ഭയങ്കര ഇബാദത്ത്. അല്ലോ, അതൊരു വല്ലാത്ത ഇബാദത്താണ്. ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കേണ്ട ഹക്കുകൾ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഹക്കുകൾ, അതുപോലും കവർന്നെടുത്തിട്ട് ഇബാദത്ത്, ഒരേ ഇബാദത്ത്. അല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്ആഹാ വലദൈനാ കിതാബുൻ യൻതിഖു ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. നമ്മുടെ പക്ഷം കിതാബുണ്ട്, രേഖയുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിനൊക്കെ രേഖ നമ്മുടെ കൈവശമുണ്ട്. വഹും ലാ യുളമൂൻ. ഒരു കാരണവശാലും അവർ ആക്രമിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. തെളിവ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. നന്മ ചെയ്തിട്ട് അതിന് കൂലി കിട്ടും. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ വലഹും അഅമാലും മിൻ ദൂനി ദാലിക് ഹും ലഹാ ആമിലൂൻ. എന്നാലും ചില ആളുകളുടെ ഖൽബ് അങ്ങനെയല്ല, അവർ അശ്രദ്ധയിലാണ്. വലഹും അഅമാലും മിൻ ദൂനി ദാലിക്. അവരെത്ര പറഞ്ഞാലും ഇതൊന്നും അത് ഉൾക്കൊള്ളാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാവൂല. വഹും ലഹാ ആമിലൂൻ. അവർക്ക് ചില ജോലികളുണ്ട്, ആ ജോലികൾ തന്നെ ചെയ്തുകൊണ്ടേ പോകും. അങ്ങനെ ചില ആളുകളുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യവശങ്ങൾ പറഞ്ഞു കൊടുത്ത് അള്ളാഹുലേക്ക് ജനങ്ങളെ അടുപ്പിക്കുന്നത്, അത് ചെയ്യാൻ അവർ തയ്യാറാവൂല. അവർ പറയുന്ന പണി, ആ പണിക്ക് അവർ നിൽക്കും. അത് ഖുർആൻ പറഞ്ഞ വാക്കാണ്. അതുമായിട്ട് അവരിങ്ങനെ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും. വലഹും അഅമാലും മിൻ ദൂനി ദാലിക ഹും ലഹാ ആമിലൂൻ ഹത്താ ഇദാ അഖദ്നാഹും ബിൽ അദാബ് ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബ് ഇദാ ഹും യജ്അറൂൻ ലാ തജ്അറുൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ. ഇന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ അമൽ ചെയ്യണേ. അള്ളാഹു ഉദ്ദേശിച്ച് പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവനെ പേടിച്ചിട്ട് ഇതൊക്കെ ചെയ്യണേ എന്നൊക്കെ പറയുമ്പം ഇല്ലാതെ അവരവരുടെ സ്റ്റൈൽ അനുസരിച്ച്, അവരുടെ ശൈലി അനുസരിച്ച് അവർ തീരുമാനിക്കുന്ന പോലെ ചില പണികളെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടുമ്പോ ഈ പറയപ്പെട്ട അഹങ്കാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്ന സമയത്ത് വഹും യജ്അറൂൻ, അവര് ശബ്ദം കൂട്ടി നിലവിളിക്കുകയാണ്. അവരിങ്ങനെ നിലവിളിക്കും, പിടികൂടിപ്പോയേ, അല്ലാഹ് രക്ഷിക്കണേ, സഹായിക്കണേ. ലാ തജ്അറുൽ യൗം, ഇന്ന് നിങ്ങൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇന്നകും മിന്നാ ലാ തുൻസറൂൻ, നിങ്ങൾ ഇനി സഹായിക്കപ്പെടുകയേ ഇല്ല. അല്ലാഹു അക്ബർ. ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് പരിശുദ്ധമായ ശരീഅത്തിനെയും തള്ളി ഇസ്ലാമിനെയും തള്ളിക്കളഞ്ഞ് പരിശുദ്ധമായ ദഅവത്ത്, ഇബാദത്ത്, ഇതിൽ നിന്നെല്ലാം നമ്മൾ പിറകോട്ട് പോയി കേവലം ഈ നശ്വരമായ ക്ഷണികമായ ദുനിയാവിൻ്റെ ജീവിതത്തിന് വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ ചുമ്മാ അടിച്ചുപൊളിയുടെ പിന്നാലെ പോയിട്ട് നാളെ ആഖിറത്തിൽ കിടന്നിട്ട് അള്ളാഹ് നമ്മൾ പിടികൂടുമ്പോൾ പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൻ്റെ അർത്ഥം അതാണ്. പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. അന്ന് കൂവും, നിലവിളിക്കും. അതാണ് അള്ളാഹ് പറഞ്ഞത്.
ലാ തജ്അറുൽ യൗം ഇന്നകും മിന്നാ ലാ തുൻസറൂൻ ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ മുസ്തക്ബിരീന ബിഹാ സാമിറാ തഹ്ജുറൂൻ. പരിശുദ്ധമായ ആയത്തുകളും ഖുർആനിന്റെ വചനങ്ങളും ദിവ്യ സന്ദേശങ്ങളും നിന്റെ മുന്നിൽ പാരായണം ചെയ്യപ്പെട്ട് ഓരോന്നും എടുത്തു വെച്ച് നിനക്ക് വിളമ്പി തന്ന് നിന്നെ മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊള്ളാതെ നീ അന്ന് വിളിച്ചു പറഞ്ഞു ഇതെല്ലാം വെറും കെട്ടുകഥകളാണ് കേട്ടോ, ഇതൊക്കെ രാക്കഥകളായി ഇയാൾ ഈ വിളമ്പുന്നത്, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ, ഇതൊക്കെ എന്തിനാ നിങ്ങളൊക്കെ കേൾക്കാൻ പോണത്? ആയത്ത് ഓതി കൊടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഈ ഉമ്മത്തിനെ ധരിപ്പിച്ചിട്ട് ഇതൊക്കെ ഇതൊന്നും ചുമ്മാ വെറുതെ ജോലിയില്ലാതെ മൗലിയാമാർക്കും ജോലിയില്ല, പ്രബോധകർക്കും ജോലിയില്ല, അവരെന്തൊക്കെ ഇങ്ങനെ പൊലമ്പി അടക്കും, ഇതൊക്കെയാണോ ഇന്നത്തെ ലോകത്ത്? ഇതൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കും, മനസ്സിലാക്കും? സ്വർഗമുണ്ട്, ആഗ്രഹമുണ്ട്, ഹൂറിയുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ആരെ ഇടങ്ങിറക്കാനാണ്? നമ്മുടെ കൗമിൽപ്പെട്ട ശൈത്താങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കും. പക്ഷെ അവനല്ല കൊടുക്കുന്ന മറുപടിയാണ്. നീ വാ നാളെ, നീ അല്ലേ പറഞ്ഞു നടന്നത് ഖദ് കാനത് ആയാതി തുത്ലാ അലൈക്കും, നിന്റെ മുന്നിൽ എൻ്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ഓതപ്പെട്ടില്ലേ? ഫകുൻതും അലാ അഅഖാബികും തൻകിസൂൻ, പുറങ്കാല് കൊണ്ട് നീ അതിനെ തള്ളിയിട്ട് പുറകോട്ട് ഓടിപ്പോയില്ലേ? അലച്ചെറിഞ്ഞിട്ട് പോയി, ഒരു പരിഗണനയും കൊടുക്കാതെ പോയി. മുസ്തക്ബിരീന ബിഹി, കണ്ട പാപത്തിന്റെ 3 അടിസ്ഥാനം. ഒന്ന് കിബറാണ്. അള്ളാഹ് ഇവിടെ പറഞ്ഞത് ഈ പറയപ്പെടുന്നത് കേൾക്കാതെ ഇബാദത്ത് ചെയ്യാതെ പിന്തിരിഞ്ഞു പോയാൽ അത് അഹങ്കാരിയുടെ അടയാളമാണ്, കിബറിന്റെ അടയാളമാണ്. മുസ്തക്ബിരീന ബിഹി സാമിറാ തഹ്ജുറൂൻ. അവൻ വലിയ കിബർ കാണിച്ച അഹങ്കാരിയായിട്ട് ഇതൊക്കെ രാക്കഥയാണ് ഈ കടന്ന് പറയുന്നത്, നിനക്കൊന്നും വേറെ ജോലിയില്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോയവരാണ് അവർ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, കൂട്ടത്തിൽ നമ്മൾ പെടാതെ അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞ സത്യങ്ങളും ഒക്കെ നമ്മൾ വിളിച്ചു ഓതുമ്പോൾ നമ്മളിൽപ്പെട്ട കൗമുകൾക്ക് തന്നെ ഇതങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, അവർക്ക് തന്നെ ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് പോയിരുന്ന ഖുർആനെയും ഹദീസിനെയും ഇസ്ലാമിക ശരീഅത്തിനെയും ഒക്കെ എതിർത്ത് പറയുന്നത്? അവർക്കുള്ള മറുപടി അള്ളാഹ് കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമൽ ഖൗഫ്, അള്ളാഹയെ പേടിച്ചിട്ട് ചെയ്യും. നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നതാണ്, അള്ളാഹയെ പേടിച്ചിട്ട് ചെയ്യും. അള്ളാഹുവിനെ പേടിയില്ലാതെ നമ്മൾ എത്ര അമൽ ചെയ്തിട്ടും കാര്യമില്ല. ആരെയും കാണിക്കാനല്ല, നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കരീം. രഹസ്യമായി ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടണമേ. ഒളിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. അങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് ഉന്നതമായ ഭീമമായ നന്മകളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വാഅദ ചെയ്യുന്നു. രഹസ്യത്തിൽ അള്ളാഹെ സൂക്ഷിക്കണം, അതാണ് പാട്. എല്ലാവരും കാണുമ്പോൾ സൂക്ഷിക്കും, ഞാനടക്കം. രഹസ്യത്തിലാവുമ്പോൾ അള്ളാഹ് ഉണ്ട്, പടച്ചവനെ നീ കണ്ടുകൊണ്ടിരിക്കുന്നവനാണല്ലോ, അത് സൂക്ഷിക്കാൻ പറ്റും. അതാണ് ഖൗഫ്. അവിടെയും സൂക്ഷിക്കണം, അതാണ് ഖൗഫ്. മഹാന്മാരൊക്കെ സ്വാലിഹീങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു അടക്കം സൂക്ഷിച്ചിരുന്നു. എവിടെ ചെന്നാലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, നീ ഉണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. നീ ഉണ്ട്, അല്ലാഹ് ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ബാഹ്യത്തിൽ നമുക്കുണ്ട്, ആന്തരികമായി നമുക്കില്ല. അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. അല്ലാഹ് എൻ്റെ കൂടെ ഉണ്ട്, കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്, സാക്ഷിയാണ്, എല്ലാം ഉണ്ട് എന്ന ചിന്ത ഔലിയാക്കൾക്കുണ്ടായിരുന്നു, നമുക്കില്ല. ഔലിയാക്കൾക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ തെറ്റ് ചെയ്യാൻ മടിക്കും. നമുക്കതില്ലാത്തതുകൊണ്ടാണ് തെറ്റ് നമുക്ക് മടിയില്ലാത്തത്. ഇവിടെയാണ് ഖൗഫിൻ്റെ. ഖൗഫ് എന്ന് പറഞ്ഞാൽ ഒരു പേടി, ഒരു ഭയം. നമ്മൾ ഇബാദത്തുകൾക്കൊരു താല്പര്യം ഉണ്ടാക്കാൻ ഇതാണ് വേണ്ടത്.
ഇതില്ലാതെ ഇതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിന്നെ അതൊക്കെ അല്ല പുറത്തെടുപ്പ് എന്ന് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അത് കിബിറിൻ്റെ അടയാളാണ്. കിബിർ പാവങ്ങളുടെ 3 അടിസ്ഥാനം, അതിൽ ഒന്ന് കിബിറാണ്, അഹങ്കാരം. ഫഖദ് ഖറജ ഇബ്ലീസ മിനൽ ജന്ന, ഇബ്ലീസിനെ അള്ളാഹു ശപിക്കാൻ കാരണവും സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കാൻ കാരണവും കിബിറാണ്, അഹങ്കാരാണ്. ആരായിരുന്നു ഇബ്ലീസ്? മലക്കളുടെ ഉസ്താദ്, മാലാഖമാരുടെ ഉസ്താദ്, വലിയ ഇൽമ്, വലിയ ആലിം, വലിയ മഹാൻ, വലിയ ഖോജ, വലിയ പണ്ഡിതൻ. എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ ഖോജ ആയാലും, എത്ര വലിയ നേതാവായാലും കിബിർ എന്ന് പറഞ്ഞ അഹങ്കാരം, ആ ഒരു സാധനം വന്നിട്ടുണ്ടല്ലോ, ഒന്നുമില്ല. അള്ളാന്റെ അടുക്കൽ അവന് ഒരു സ്ഥാനമില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഒരു സ്ഥാനമില്ല. അമേരിക്കക്കാരൻ വലിയ കിബിർ കാണിച്ച് എല്ലാം തകർത്ത് കത്തിച്ച് ചാമ്പലാക്കട. ഇവിടെ ഞങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങൾ ലോക പോലീസല്ലേ, ഞങ്ങളെ ആരും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് അവൻ കരുതി. അള്ളാഹ് എന്ത് ചെയ്ത്? ചെറിയ ഉമ്മ, അതും കൊടും തണുപ്പിൽ കാറ്റടിപ്പിച്ച്. അതാണ് അള്ളാഹിൻ്റെ തർത്തീവ്. സാധാരണഗതിയിൽ കൊടും ചൂടിലാണ് ഈ കാറ്റ്, ഈ കത്തലൊക്കെ കൊടും ചൂടിലാണ് സംഭവിക്കുക, കൊടും തണുപ്പിൽ ഇതൊന്നും ഇല്ല. പക്ഷെ അള്ളാഹിൻ്റെ തർത്തീവ് തിരിച്ച്. സുഖലോലുപർ താമസിച്ചിരുന്ന ആഡംബര കൊട്ടാരങ്ങൾ, സ്വർണ കൊട്ടാരങ്ങൾ, ആഡംബര ഭവനങ്ങൾ, ഭൂമിയിലെ സ്വർഗങ്ങൾ എല്ലാം നിമിഷ നേരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തകർത്ത് വളച്ചെറിഞ്ഞു. ഒരു പാടാണിതൊക്കെ. എവിടെ ആയാലും ഇതൊരു പാടാണ്. അഹങ്കരിക്കുന്നവനെ അള്ള വിടൂല. അത് അള്ളാഹിൻ്റെ തർത്തീബാണ്. കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കും. പൊയ്ക്കോ ചൂണ്ടയിട്ട് കൊടുക്കാൻ. ഉംലീലഹും, നാം അവനിങ്ങനെ ഇട്ട് കൊടുക്കും. നിങ്ങൾ വിചാരിക്കും അള്ള മണ്ടനാണ്, പൊട്ടനാണ്, ചെട്ടിയാണ്. പടച്ചവനെ, നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ കരുതുന്നത്. ഇത് അള്ളാഹ് ഒന്നും കേൾക്കുന്നൊന്നും ഇല്ലടാ, ഒരു വർഷം കൊണ്ട് നമ്മൾ ദുആ ഇരുന്നിട്ട് എത്ര വർഷമായിട്ട് ദുആ ഇറക്കുന്നു, പൊട്ടൻ, അള്ളാഹ് ഒന്നും കേൾക്കൂല. നമ്മളങ്ങനെയാണല്ലോ. ഒരാൾ മദീന പള്ളിയിൽ നിന്ന് നിലവിളിച്ച് ദുആ ചെയ്തു, ഭയങ്കരമായിട്ടല്ല. റസൂലുള്ളാഹി പറഞ്ഞേ, അള്ളാഹ് പൊട്ടനും ചെട്ടിയൊന്നുമില്ല, നീ ഇങ്ങനെയാണ് നിലവിളിക്കൊന്നും വേണ്ട, നീ സർവ്വസാധാരണമായി ഖൗഫോടുകൂടി ദുആ ചെയ്യ്. അതാണ് റഗബൻ വറഹബ. ആശയോടും ആശങ്കയോടും കൂടി നീ അള്ളാഹ് എടുത്ത് വിളിക്കുക. നിങ്ങളുടെ നിലവിളിക്കാൻ പൊട്ടിത്തെറിക്കൊന്നും വേണ്ട, പടച്ചവനെല്ലാം കേൾക്കും. എല്ലാ രഹസ്യങ്ങളും എല്ലാം അറിയാം. നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ മന്ത്രോച്ചാരണം പോലും പടച്ചവൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് നീ അള്ളാഹ് അടുത്ത് ഖൗഫോട് കൂടി നീ ദുആ ഇറക്ക്. അതല്ലേ നമ്മൾ ചെയ്യേണ്ട. രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് നമ്മുടെ തെറ്റുകൾ ഓർത്ത് കരഞ്ഞ് ഏങ്ങലടിച്ച് നമ്മൾ ദുആ ഇറക്കണം. ഇതാണ് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. ഏങ്ങലടിച്ച് ദുആ ഇറക്കണം. അങ്ങനെ ഖൗഫോടുകൂടി ദുആ ഇറക്കണം. അതാണ് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അത് ഖൗഫിന്റെ അടയാളാണ്. ഇല്ലെങ്കിൽ അഹങ്കാരാണ്, കിബിർ വന്നു പോകും. കിബിർ ഇബ്ലീസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊറ്റ കിബിർ, എന്താ പറഞ്ഞത് കേട്ടില്ല. നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കിബിറനാണെന്നതിൻ്റെ അർത്ഥം. വാപ്പ പറയുന്ന മോനെടാ അവിടെ പോയി സാധനം വാങ്ങിച്ചോണ്ടോ, എന്നെ കൊണ്ട് ഇപ്പോൾ കഴിയില്ല, അവൻ ഏറ്റവും വലിയ കിബിറൻ. പിന്നെ വാപ്പായി അവനോടുള്ള ബന്ധം അവിടെ കുറയാനതൊരു കാരണമാകും. ഒരു അധ്യാപകൻ കുട്ടിയോട് പറയുന്നു അത് ചെയ്തുകൊണ്ട് വരണം, പറ്റൂല, തീർന്നു. ആ ബന്ധം ഉലയുകയാണ് അവിടെ. വൈദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം, ആദമിന് സുജൂദ് ചെയ്, അല്ലാഹുവാ പറഞ്ഞത്. സ്രഷ്ടാവായ അള്ളാണ് പറഞ്ഞത് ഇബ്ലീസിനോട്. മലക്കുകളോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു സുജൂദ് ചെയ്യ ആദമിന്. അള്ള പറഞ്ഞാൽ ചെയ്യാമല്ലോ. അള്ള ഇപ്പൊ ആർക്കോടാണ് സുജൂദ് ചെയ്യുന്നത്? അള്ള പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. അള്ള പറഞ്ഞാൽ ചെയ്യാം. അള്ള പറഞ്ഞ വൈദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, മാലാഖമാരെല്ലാം ഒന്നടങ്കം സുജൂദിൽ വീണു, ഇല്ലാ ഇബ്ലീസ് ഒഴികെ എല്ലാവരും വിട്ട്. അബാ വസ്തക്ബർ ഉണ്ടോ ഇവിടെ? അള്ളാഹ് ഉപയോഗിച്ചു നോക്ക്. കിബറനായി. അബാ, അവൻ നിഷേധിച്ചു. വസ്തക്ബറ, അവൻ ധിക്കാരിയും അഹങ്കാരിയുമായി പ്രൗഢി നടിച്ചു, കിബർ കാണിച്ചു. അപ്പോൾ അള്ളാഹ് എഴുതി തള്ളിയതങ്ങോട്ട്, വകാന മിനൽ കാഫിരീൻ. അല്ലാഹ്
കിബറന്മാരെ അള്ളാഹ് ഉപയോഗിച്ചത് കാഫിരീങ്ങളുടെ കൂട്ടത്തിലാണ് കേട്ടോ. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. കിബറിനെ തുടർന്ന് നമ്മളൊക്കെ രക്ഷിക്കട്ടെ. എത്ര വലിയ വാക്ക് അള്ളാഹ് ഉപയോഗിച്ചത്. എത്ര വലിയ വാക്ക് ഉപയോഗിച്ചത്. അബാ, അവൻ നിഷേധിച്ചു. വസ്തക്ബറ, അവൻ കിബർ കാണിച്ചു. വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറായി. അതൊരു ധിക്കാരമല്ലേ? അള്ളാഹുവിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നും ഇല്ല എന്നൊരുത്തം പറഞ്ഞാൽ അവൻ ധിക്കാരിയാണ്, അവൻ കാഫിറാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ എന്ത് സ്വർഗ്ഗമില്ല നരകമില്ല അല്ലെങ്കിൽ ഹൂർലിങ്ങളില്ല, ഇതൊക്കെ മുസ്ലിയാക്കന്മാർ വെറുതെ, മുസ്ലിയാക്കന്മാരല്ല പറയുന്നത്, അള്ളാഹ് അല്ലേ പറഞ്ഞ ഖുർആനില്. അപ്പൊ അള്ളാഹ് ധിക്കരിച്ചവനായി, അവൻ ആരായി? കാഫിറായി. അപ്പാ അവൻ നിഷേധിച്ചവനായി, ഇസ്ലാമിക നിയമങ്ങളെ നിഷേധിച്ചവനായി, ആഖിറത്തെ നിഷേധിച്ചവനായി, പരലോകത്തെ നിഷേധിച്ചവനായി. വകാന മിനൽ കാഫിരീൻ, കാഫിറായി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ഒരു നിയമങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ നാവിൽ നിന്നറിയാതെ ഈ നിയമങ്ങൾ ഉള്ള നിയമങ്ങൾ ഇല്ല എന്ന് നമ്മൾ വരുത്തി തീർന്ന നമ്മൾ കിബിറന്മാരായി മാറി. കിബിറന്മാരുടെ സങ്കേതം എവിടെ? നരകാണ്. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ, കിബറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. അഹങ്കാരം നമുക്ക് പറ്റിയല്ല. അൽ കിബ്രിയാഉ റിദായി, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, അഹങ്കാരം അത് എൻ്റെ മൂടുപടമാണ്. അത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹ് ഇത്രയും വലിയ ഒരു രാജാവ്, ഒരു സ്രഷ്ടാവായിട്ട് അള്ളാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് എന്തേ പറഞ്ഞിട്ടുള്ളൂ? മുത്തക്കബ്ബർ, ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അള്ളാഹ് പറഞ്ഞിട്ടുള്ളതെല്ലാം കരുണയുള്ളവനാണ്, കരുണാവാരിധിയാണ്, ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്നൊക്കെ അള്ളാഹ് പറഞ്ഞത്. പടച്ചോനെ, നമുക്കങ്ങാണ് ഒരു ഇച്ചിരി പണവും പത്രാസും ഒരു നല്ല വണ്ടിയൊക്കെ കിട്ടിയ അള്ളാഹ് എന്താ അതിൻ്റെ കിബർ? എന്താ ഇപ്പം പറഞ്ഞു തീർക്കേണ്ടതുണ്ടോ? പറഞ്ഞു തീർക്കാനുണ്ടോ? മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തഅലമ വലഅഹുല്ലാഹ്. ആര് കിബർ കാണിക്കുന്നുവോ അള്ളാഹ് അവനെ എടുത്തിട്ടടിക്കും ഭൂമിയിൽ. ആര് വിനയം കാണിക്കുന്നുവോ വാനോളം അള്ളാഹു അവനെ ഉയർത്തും. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരിക്ക് ഒരു പതന അള്ളാഹ് കൊടുക്കും. അത് ഉടനെ ഒന്നും കാണൂല. ഏത് അഹങ്കാരികൾക്ക് അള്ളാഹ് കൊടുക്കും. അപ്പൊ പാപത്തിന്റെ ഏറ്റവും വലിയ മഅസിയത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം 3 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് കിബർ. ഈ കിബറാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ, ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനും മലക്കുകളെക്കാൾ പദവി ഉണ്ടായിരുന്ന ഇബ്ലീസിനെ ശപിക്കാനും അവനെ കാഫിറിലേക്ക് കൊണ്ടെത്തിക്കാനും കാരണം ഈ കിബറാണ്. അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, കിബർ. രണ്ടാമത് നമ്മുടെ ഈ പാവങ്ങളുടെ അടിസ്ഥാനം ഹിർസ്, അത്യാഗ്രഹം. അത് നമ്മളെ പാവത്തിലെ കൊണ്ടെത്തിക്കും. അത്യാഗ്രഹം. ഇപ്പൊ നമുക്ക് കുറച്ച് പണം വേണം, അവിടെ ഹലാലും ഹറാമും നോക്കൂല. പണം. ഇപ്പൊ ഇല്ല, ഫോൺ വിളിക്കുമ്പോൾ കണ്ടില്ലേ മനസ്സിന് ഇടങ്ങേറായത്. ഇതിങ്ങനെ വിളിച്ചോണ്ടിരിക്കും, ലോട്ടറി അടിച്ചോ, അതടിച്ചോ, ഇതടിച്ചോ, മറ്റേ അടിച്ചോ, പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മളെയൊക്കെ വിളിച്ച് പറയുന്നുണ്ടാകും, പണം ഉണ്ടാക്കാൻ വേണ്ടി. പെട്ടെന്ന് പണം. 10,000 രൂപ കൊണ്ട് തുടങ്ങിയ ഒരാൾ 1 വർഷം കൊണ്ട് 2 കോടി ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല പല പരസ്യങ്ങൾ വരും. അപ്പൊ നമ്മൾ അതിൽ വീണു പോകും. എന്താ അതിൻ്റെ അർത്ഥം? ഹിറുസ്, അത്യാഗ്രഹം. 10,000 രൂപ കൊണ്ട് 1 കോടി എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ലോട്ടറി എടുക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ ലോട്ടറി ഹിർസാണ്. ഒരു തനക്ക് 100 രൂപ കൊടുത്താൽ 10 കോടി തനക്ക് കിട്ടും. എങ്ങനെ കിട്ടും? 100 രൂപ കൊടുത്താൽ 10 കോടി. ഈ 100 രൂപ കൊടുത്ത് നമ്മൾ പോയി ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് യാസീൻ ഓതിക്കൊണ്ട് നടക്കാണ്. ഇതെങ്ങനെ കബൂലായി കിട്ടി, അള്ളാഹ് പള്ളിയുടെ മൊത്തം പെണ്ണി അടിച്ചു കൊടുത്തേക്കാന്ന്. അബദ്ധവശാൽ അവനെങ്ങാനും അടിച്ചെന്നിരിക്കട്ടെ, ആദ്യം അവൻ ചെയ്യുന്ന നീയത്തതായിരിക്കും. എൻ്റെ ഒരു നീയത്തായിരുന്നു, നേർച്ചയായിരുന്നു, ഇത് അടിച്ചാൽ ഞാൻ പള്ളിക്ക് പെയിൻ്റ് അടിച്ചു കൊടുത്തേക്കാന്ന്. കമ്മിറ്റിക്കാർ 2 കൈ നീട്ടിരിക്കുക. ഹലാലോ ഹറാമോ, കാശ് വരട്ടെ, പണം വരട്ടെ, പണം പോയി പവർ വരട്ടെ എന്ന് പറയുന്നതല്ലേ അവർ നോക്കിയിരിക്കുക. എവിടുന്ന ഹലാലോ ഹറാമാണ്. അപ്പോൾ ചോദിക്കടാ, നീ ഒരു ഓട്ടോറിക്ഷക്കാരനല്ലേ, നിനക്ക് എവിടുന്ന ഈ 15 ലക്ഷം രൂപ പള്ളിക്ക് പെയിൻ്റ് അടിക്കാൻ നിനക്ക് എവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി. നല്ലൊരു കച്ചവടം നടന്നു, അൽഹംദുലില്ലാ. എന്താ കച്ചവടം അതൊന്നും പറയില്ല, അത് വലിയൊരു കച്ചവടമാണ്, റാഹത്താണ്. അവസാനം ചോദിച്ചൊരു ലോട്ടറി എടുത്തത്, ഞാൻ നിയത്ത് ചെയ്തിരുന്നു ഈ പള്ളിയുടെ മുന്നിൽ വന്ന്, അള്ളാഹു ഇത് അടിച്ചാലും ഞാൻ ഈ പള്ളിക്ക് പെയിൻ്റ് അടിച്ച് കൊടുത്തേക്കാന്ന്. അപ്പം അത് കബൂലായി.
ആ നേർച്ച ഞാൻ നിറവേറ്റാണ്. അപ്പൊ സെക്രട്ടറി പറയും, ആർത്തും പറയണ്ട, നീ നമ്മൾക്ക് നമ്മൾ രണ്ടര മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ, രഹസ്യമായിട്ടിരിക്കട്ടെ, ആർത്തും പറയണ്ട, കാര്യം നടക്കട്ടെ. എങ്ങനെയുണ്ട്? അങ്ങനെ ഉണ്ടാവും സംഭവം. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. അള്ളാഹു മനസ്സിലാക്കാത്ത കേട്ടെ പറഞ്ഞ പൈസ മതി ആളുകൾക്ക്, ഹെർസ്, കാശ് കിട്ടണം. അത് എവിടുന്ന് എങ്ങനെയൊന്നുമില്ല, പണം കിട്ടണം. മനസ്സിലാക്കുക, അതാണ്. ഈ ഹിർസ് ആർക്കുണ്ടായിരുന്നു? ആദം നബിക്ക് ഉണ്ടായിരുന്നു, സ്വർഗത്തിരുന്നപ്പോഴേ. ഇവിടെ തന്നെ കൂടാം. അള്ളാഹു തആല പറഞ്ഞു, ആദമേ ആ മരത്തിൻ്റെ അടുത്ത് വരും, ഇഷ്ടം പോലെ തിന്നോ. ഈ ഭൂമിയിൽ, ഈ സ്വർഗത്തിൽ നിനക്ക് തിന്നാനുള്ള എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ فَكُلَا مِنْهَا رَغَدًا حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. തിന്നോളി, ഇഷ്ടം പോലെ തിന്നോ. ആദം ഇതിലൂടെ അങ്ങനെയുള്ള സഞ്ചരിച്ച് തിന്നോ, പക്ഷേ ഈ മരത്തിൻ്റെ അരികിലേക്ക് നീ എത്തരുത്, അത് മാത്രം തൊട്ടു പോകരുത്. ബാക്കിയൊക്കെ നീ പോയി തിന്നോളി, കുഴപ്പമില്ല, അത് മാത്രം തൊട്ടു പോകരുത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റാഹത്തായി എല്ലാം കഴിച്ചു, തിന്നു, കുടിച്ചു, ഇങ്ങനെ നിന്നു. അപ്പോൾ മൂപ്പിലാൻ വന്നു, മറ്റേ മൂപ്പിലാൻ ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ള പറഞ്ഞാണല്ലോ. അപ്പോൾ പെട്ടെന്ന് അള്ള പറഞ്ഞത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് എതിർക്കാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് ആദമിൻ്റെ ഭാര്യയെ പോയി സോപ്പിട്ടാൽ നടക്കൂന്ന് കരുതിയിട്ടാണ് പെട്ടെന്ന് ഇബ്ലീസ് പോയി ആദമിൻ്റെ ഭാര്യയായിട്ട് സമീപിച്ചത്. കാരണം ഇത് എല്ലാം തിന്നാൻ അള്ള പറഞ്ഞിട്ട് ഇതെന്തുകൊണ്ട് തിന്നരുതെന്ന് പറഞ്ഞു, ഇതിനാണ് ആ സംഭവം ടേസ്റ്റ് ഉള്ളത്. ഇത് നിങ്ങൾ തിന്നാൽ ഇവിടെ സ്ഥിരമായിട്ട് നിങ്ങളുണ്ടാവും, ഇത് നിങ്ങൾ തിന്നാൽ ഇവിടെ ഓടിക്കാനുള്ള പദ്ധതിയാണ്, തിന്നാതിരുന്നാൽ ഓടിക്കാനുള്ള പദ്ധതിയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിൽക്കണോ, സ്വർഗത്തിൽ നിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തിന്നോളി. ആരെ സമയിച്ച് ആദമിൻ്റെ അടുത്താകുമ്പോൾ നടക്കൂല. പ്രവാചകൻ അള്ളാഹുവേ, അള്ള പറഞ്ഞ വാക്ക് ഒരിക്കലും സ്വീകരിക്കാനില്ല. പെണ്ണുങ്ങളാകുമ്പോൾ സോപ്പിടാൻ പറ്റും. ആള് ഈ ശിർക്കും കുഫറിലേക്കൊക്കെ ഈ പെണ്ണുങ്ങൾ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് പോകുന്ന ആരാ? നമ്മൾ ജുമായ്ക്ക് പള്ളിയിൽ പറഞ്ഞു വിട്ടിട്ട് കാക്ക വരുന്നതിന് മുമ്പ് തന്നെ ഓട്ടോറിക്ഷക്കാരനെ സെറ്റാക്കി വയ്ക്കും, സുധീഷൻ റെഡിയായി നിൽക്കും. ഇടാ പള്ളി 12:25 നീ ഇവിടെ വരണം. കാക്ക പള്ളിയിൽ പോകുന്ന സമയത്ത് 1:35 ആകുമ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു വരേ വേണം. കറക്റ്റ് അവൻ വന്നിരിക്കും, സുധീഷൻ വന്നിരിക്കും. എന്നെ കയറിക്കൊണ്ട് ആമീനായും സബൂറായും കൂടെ ചേർന്ന് റാഹത്തായിട്ട് പെട്ടെന്ന് പോയി എല്ലാം നടത്തിയിട്ട് സിർക്കും കുഫറിൻ്റെ എല്ലാം മേടിച്ച് പോക്കറ്റ് വെച്ചുകൊണ്ട് 1:35 ആകുമ്പോഴത്തേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ചാപ്പാട് റെഡിയാണ്. എന്നിട്ട് കാക്കയുടെ ചായക്കകത്ത് കലക്കി കൊടുക്കും, എന്നൊക്കെ വെള്ളത്തിനകത്ത് കലക്കി കൊടുക്കും. പിന്നെ ഇവള് പറയുന്ന ലെവലിൽ ഇയാൾ നിൽക്കുകയും ചെയ്യും കറക്റ്റായിട്ട്. ഈ ഹിക്മത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ജുമാടെ സമയത്താണ്. ആരും അറിയില്ലല്ലോ സംഭവം. ഈ സിർക്കിലേക്കും കുഫറിലേക്കും അത് പെട്ടെന്ന് പെണ്ണുങ്ങളെ സോപ്പിടാൻ പറ്റും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, പെണ്ണുങ്ങളെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരിമാരെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അതിൽ കുടുങ്ങിപ്പോയി ഇബ്ലീസിന്റെ പ്രേരണയിൽ. ഫഅസല്ലഹുമാ ശൈത്താനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീഹി. പിശാചിൻ്റെ വലയിൽ രണ്ടുപേരും വീണുപോയി. എന്ത് ചെയ്യാൻ? ഇതാണ് നമുക്കെല്ലാം വരുന്ന പ്രശ്നം. അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏത് സമയത്തും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയണം. എപ്പോഴും എല്ലാ വിഷയത്തിനും കുടിക്കളയുന്നതാണ്. ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഈ ശൈത്താൻ്റെ പണി അവിടെ കൊണ്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് താമസിക്കാന്നുള്ളൊരു ഹിർസ്, ഒരു മോഹം വന്നുപോയി, വ്യാമോഹം വന്നുപോയി. അപ്പൊ അള്ള പറഞ്ഞതിന് എതിരെ പ്രവർത്തിച്ചു. ഇപ്പൊ നമ്മളും അങ്ങനെയാണല്ലോ. ഒരു അത്യാഗ്രഹം വരണമെങ്കിൽ അള്ള പറഞ്ഞതിനെതിരെ ചെയ്യണം. നമ്മൾ ഹറാമ് തിന്നരുത്, പലിശ വാങ്ങരുത്, ലോട്ടറി എടുക്കരുത്, ചൂതാട്ടം പാടില്ല എന്നൊക്കെ നമ്മൾ അള്ള പറയുമ്പോ അതിനോടാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഹലാലായ കാര്യങ്ങളോടല്ല നമുക്ക് താല്പര്യം, ഹറാമായ കാര്യങ്ങളോടാണ് നമുക്ക് താല്പര്യം. അതാണ് ശൈത്താന്റെ ഏറ്റവും വലിയ പണി. നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന അവിടെയാണ്. ഹലാലിനോട് നമുക്കൊക്കെ വെറുപ്പ, ഹറാം ഒന്ന് പറഞ്ഞു നോക്ക്, അതിനോടാണ് ജനങ്ങൾക്ക് മുഴുവൻ താല്പര്യം. ഓരോന്നോരോന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി.
അപ്പൊ അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു വിട്ടോ. ഇവിടെ ഇനി നിങ്ങൾക്ക് താമസിക്കാനുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ പറഞ്ഞതനുസരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് നമ്മളിതാ പുറത്താക്കുകയാണ്. കുറച്ച് നാള് അള്ളാഹു ഉദ്ദേശിക്കുന്ന കുറെ നാൾ വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചു കൊള്ളുക. ഭൂമിയിൽ താമസിച്ചോളൂ. വലക്കും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ. കുറെ നാൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയം വരെ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചോളി. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാം. ഉണ്ടോ? എന്നാലോചിച്ച് നോക്കി. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഓടിച്ചിടുകയാണ്. ഒരാളൊരു വാടക വീട് തന്നിട്ട് അയാൾ പറയുകയാണ്, ഇതാ ഇവിടെ ഭിത്തിയിലൊന്നും ചുമ്മാ എഴുതി വെക്കരുത്, ഇവിടുത്തെ പൈപ്പൊക്കെ സൂക്ഷിച്ചോണം, ലൈറ്റൊക്കെ സൂക്ഷിച്ചോണം, അവിടെ ചെടിയിലൊന്നും തൊട്ട് പോരുത്. അപ്പോൾ ഇയാൾ ആ വാടകയ്ക്ക് വീടെല്ലാം കൊടുത്തിട്ട് 2 മാസം ദുബായിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പം നല്ല വില കൂടിയ ചെടിയെല്ലാം ഉണങ്ങി നിൽക്കുന്നു. അതൊക്കെ പിള്ളേരാരുടെ കയറി ചൂടുള്ള എടുത്ത് ഒഴിച്ചായിരിക്കും. ബോർഡിൽ എഴുതുന്നതിന് പകരം ഭിത്തിയിൽ മൊത്തം കുട്ടികൾ എഴുതി വെച്ചിരിക്കുന്നു. ബാത്റൂമിലൊന്നും വൃത്തിയില്ല, പൈപ്പ് 2 ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നു. ഇയാൾ പറയും, പിന്നെ ഈ മാസത്തെ പൈസ തന്നില്ലാലും കുഴപ്പമില്ല, അടുത്ത മാസം വീട് കാലിയാക്കി തരണം, നിങ്ങൾ സ്ഥലം കാലിയാക്ക്. ഞങ്ങൾ നിൻ്റെ അടുത്ത് പറഞ്ഞല്ല കണ്ടീഷൻ, ഇതൊന്നും ചെയ്യരുത്. അത് പിള്ളേരല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളങ്ങ് പോയിക്കോ, സ്ഥലം കാലിയാക്കി ഇറക്കി വിട്ട് പോയിക്കോളാൻ പറയും. ഇതല്ല പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അല്ല അടുത്ത പണി അതല്ലേ. യാ അല്ലാ, കടക്ക് പുറത്ത് അത് തന്നെ സംഭവം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു വണ്ടി വിട്ടോളാൻ പറഞ്ഞു. എൻ്റെ കാരണം എന്താ? ഹിർസ്, അത്യാഗ്രഹമാണ് മനുഷ്യനെ നന്മയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ പാപം അന്ന അസ്ലൽ മഅസിയത്തി സലാസത്തു അഷ്യ, ഒരു പാപത്തിന്റെ 3 കാര്യങ്ങൾ അടിസ്ഥാനം. അതിൽ 1 കിബർ, 2 ഹിർസ്, 3 അൽ ഹസദ്, അസൂയ. ഒരുത്തൻ ഒരു ഖൈറ് കിട്ടുന്നത് അടുത്തവന് പിടിക്കൂല, ഒരുത്തന് 10 പൈസ കാശ് കിട്ടുന്നത് അവന് പിടിക്കൂല. ഇത് മാറൂല ഹബീബേ. ഇത് ആർക്കുണ്ടായി? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 2 മക്കൾക്കുണ്ടായി. വത്ലു അലൈഹിൻ അബാബിന ആദമ ബിൽ ഹഖ് إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 2 മക്കൾ, ഈ ഹാബീൽ എന്നൊക്കെ പറയൂലേ, ഇവർ രണ്ടുപേരും അള്ളാഹുവിന് ഒരു കുർബാനി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഹാബീൽ കുറെ പച്ചക്കറി കൊടുത്തു, വില കുറഞ്ഞ സാധനം. ഹാബീൽ ഒരു നല്ലൊരു മൃഗത്തെ വാങ്ങി ചേർത്ത് കൊടുത്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഹാബീലിൽ നിന്ന് അത് സ്വീകരിച്ചു, ഹാബീലിൻ്റെ തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അവിടെ വെച്ച് അവർക്ക് 2 പേർക്കും വിരോധം തുടങ്ങി, ഹസദ്. അപ്പൊ ചേട്ടച്ചാര് പറഞ്ഞു, നിന്നെ ഞാൻ കൊന്നുകളയും, തട്ടിക്കളയും എന്ന് പറഞ്ഞു. ഖാല ലഅഖ്തുലന്നക, നീ എന്നെ കൊല്ലിട്ടൊന്നും കാര്യമില്ല, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നത് അള്ളാഹെ ഭയപ്പെടുന്നവരിൽ നിന്ന് എന്തും അള്ളാഹ് സ്വീകരിക്കും. അത് നേർച്ചയാകട്ടെ, അത് നോമ്പാകട്ടെ, അത് ഇബാദത്തുകളാകട്ടെ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ഭാഗത്ത് നിന്ന് അള്ളാഹ് അത് സ്വീകരിക്കുള്ളൂ. നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈ നീട്ടിയാൽ ഞാൻ നിന്നെ കൊല്ലൂല. നീ ഇങ്ങോട്ട് എന്നെ അടിക്കാൻ വന്ന ഞാൻ നിന്നെ അടിക്കൂല. കാരണം എന്താ? എനിക്ക് ആഖിറത്തിൽ കൂലി കിട്ടണം. അവൻ ആഗ്രഹിച്ച എന്താണ്? നീ എന്നോട് ഈ അതിക്രമം കാണിക്കുമ്പോൾ ഞാനത് ക്ഷമിച്ചാൽ നീ നാളെ നരകത്തിൽ പോയി കിടന്ന് അനുഭവിക്കും. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ എന്നെ ചെയ്തിട്ട് പോയിക്കോ, കൊന്നിട്ട് പോയിക്കോ. അങ്ങനെ ഹാബീലിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അസൂയയുടെ പേരിൽ കൊന്നുകളഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കാലാകാലം അവൻ നരകത്തിന്റെ അവകാശിയായി. അതാണ് ഒരാൾ ഇങ്ങോട്ട് നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വന്നാൽ നമ്മൾ ക്ഷമിച്ച് സബൂറാക്കി ഇരുന്നാൽ നമുക്കതിൻ്റെ പ്രതിഫലം ഉണ്ടാകും എന്നതിൻ്റെ തെളിവാണിത്. ഭാവിയിൽ അതിൻ്റെ ഗുണം നമുക്ക് കാണാം. ഈ വരുന്നവർക്ക് അള്ളാഹു അദാബ് നാളെ ആഖിറത്തിൽ കൊടുക്കും. കാരണം ഒരു അസൂയയുടെ പേരിലാണ് എന്ത് പ്രശ്നങ്ങളും ലോകത്തുണ്ടാകുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവാണിത്. അസൂയയുടെ പേരിൽ
അപ്പൊ അസൂയ. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പെണ്ണിന്റെ പേരിൽ അവിടെ ഒരു പെണ്ണ് അത് ഇന്ന് സഹോദരങ്ങൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് കല്യാണം കഴിക്കാം. ആ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിലാണ് രണ്ടുപേരും ചർച്ചയുണ്ടായത്, രണ്ടുപേരും പ്രശ്നമായത്. അപ്പൊ ലോകത്ത് ആദ്യമായി ഒരു കൊല നടന്നത് വർഗീയതയുടെ ഒന്നും പേരിലല്ല, അധികാരത്തിൻ്റെ ഒന്നും പേരിലല്ല, പെണ്ണിന്റെ പേരിലാണ്. ഒരു പെണ്ണിന്റെ പേരിൽ ആദ്യമായിട്ട് നടന്ന ഈ കൊല. അപ്പൊ ഈ ആദ്യം കൊല ചെയ്ത ഖാബീല് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് എവിടെ കൊല നടന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ശിക്ഷ അവനവിടെ ഉണ്ടാവും. ഇത് മൊത്തം അവിടെ എത്തും, ഇതിൻ്റെ എല്ലാ ഒരു അംശം അവിടെ എത്തും. അപ്പൊ ഈ അസൂയയുടെ പേരിലാണല്ലോ ഈ കൊലകൾ നടക്കുക. ഇത് ഹൈറോ ഷർറോ ഹക്കോ ബാത്തിലോ സത്യമോ അസത്യമോ ഇതൊന്നും അറിയില്ല. ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യും. ഇതായില്ല, അവൻ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് തട്ടിയരെ. ചിലപ്പോൾ ആദ്യം വരുന്നത് ഒരു നിരപരാധിയായിരിക്കും, ഇവ ഒരൊറ്റ തട്ടിട്ട് പോകും. രണ്ടാമത് കൊലയാളിയായിരിക്കും പറയി വരുന്നത്, അവൻ അറിയുന്നില്ല സംഭവം. അവസാനം പിന്നീട് തീരുമാനം വരുമ്പം അല്ലോ ആള് മാറിപ്പോയതാണ്, സംഭവം തെറ്റിപ്പോയി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു കാലഘട്ടം വരെ കൊല അധികരിക്കും. കൊല്ലപ്പെട്ടവനോട് ചോദിക്കും, എന്തിനാണ് നിന്നെ കൊന്നു കളഞ്ഞത്? ഘാതകനെ വിളിച്ചിട്ട് ചോദിക്കും, നീ എന്തിനാണ് അവനെ കൊന്നത്? കൊന്നവനും അറിയില്ല, കൊല്ലപ്പെട്ടവനും അറിയില്ല. എന്തിനാണ് ഞാൻ വധിക്കപ്പെട്ടത്, എന്തിനാണ് നീ അവനെ കൊന്നു കളഞ്ഞത്? അറിയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബിയുനാ ഷഫീന റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്നത് അസൂയയുടെ പേരിലാണ്. അപ്പൊ പാവങ്ങളുടെ അടിസ്ഥാനം 3 ഇബാദത്തിന്റെ അടിസ്ഥാനം 3. ഇബാദത്ത് ശരിയാകുന്നതിന് 3 അടിസ്ഥാനം. 1 ഖൗഫ് ഭയം, 2 റജാ ആഗ്രഹം, 3 ഹുബ് സ്നേഹം. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് സ്നേഹം. ഇത് നമ്മൾ 3 കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പാപങ്ങളുടെ അടിസ്ഥാനം 3. 1 കിബർ, എല്ലാം നശിപ്പിച്ചു കളയും. 2 ഹിർസ് അത്യാഗ്രഹം, മുഴുവനും നശിപ്പിക്കും. 3 ഹസദ് അസൂയ, എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളയും. നമ്മുടെ ഇബാദത്തുകൾ നശിക്കാൻ ഈ 3 കാരണങ്ങൾ മതി. അള്ളാഹു നമ്മളുടെ അമലുകൾ സ്വീകരിക്കട്ടെ. നന്മകൾ ചെയ്തുകൊണ്ട് പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കുന്നതിന് എന്നോടും നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. എല്ലാ നന്മകളും ചെയ്ത് മുന്നേറാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ കുടപ്പനക്കുന്ന് അഗസ്തിയിൽ അബ്ദുൽ ജലീലിന് വേണ്ടി ദുആ ചെയ്യാൻ, കച്ചവടത്തിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അൽ മുഖ്തദർ ജുവല്ലറി പുതുതായി ആരംഭിച്ച മൂൺ സ്മൈൽ ദന്തൽ ക്ലിനിക്കിന് വേണ്ടി ദുആ ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തിയാണ്. നമ്മുടെ തൗഹീദ് പള്ളിയുടെ അടുത്ത് ചെറുപ്പക്കാരായ ഡോക്ടർമാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അട്ടക്കുളങ്ങര മാലിക് മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്യാൻ, UK-യിൽ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ICUവിൽ കഴിയുന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ, തലയിൽ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ കഴിയുന്ന മുഹമ്മദ് ഫസിലി എന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. ആ മരണപ്പെട്ടവർക്ക് പൂർണ്ണമായി മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ രോഗങ്ങളെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം പള്ളിയുടെ 1ാമത്തെ നിലയിൽ വെച്ച് ഇത്തവണത്തെ റമളാൻ ഖിദ്മത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിന് യോഗം ചേരുന്നുണ്ട്. ഖിദ്മത്ത് പ്രവർത്തനങ്ങൾക്ക് താല്പര്യമുള്ളവർ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ അറിയിപ്പാണ്. പൊതു താല്പര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ഈ വരുന്ന റമളാൻ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു പൊതു കമ്മിറ്റി എടുത്തുകൊണ്ട് ഈ വരുന്ന റമളാനിൻ്റെ ഖിദ്മത്തുകളൊക്കെ നടത്താൻ ഇൻഷാ അല്ലാഹ് ഒരു തീരുമാനത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരം ഇന്ന് അസർ കഴിഞ്ഞിട്ട് മുകളിലത്തെ നിലയിൽ എല്ലാവരും അതിന് താല്പര്യമുള്ളവരൊക്കെ പങ്കെടുത്ത് സന്തോഷമായിട്ട് അത് പൂർത്തിയാക്കി റാഹത്തായിട്ട് റമളാനിനെ വരവേൽക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ എല്ലാവരും ആസൂത്രണം ചെയ്ത് റാഹത്തായിട്ട് മുന്നോട്ട് പോകട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടി എല്ലാ ഖൈറുകൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും.